താൻ കുറച്ചു നേരം മൂളിക്കൊണ്ട് വന്ന് അത് കഴിഞ്ഞാൽ കുറച്ചു നേരം മിണ്ടായിരുന്നു പിന്നെ അങ്ങ് ഫോൺ കട്ട് ചെയ്ത് മെർലിൻ ഹലോ അല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ എടോ താനൊന്ന് മനസ്സിലാക്കടോ എന്റെ ഒരു കുഞ്ഞു മനസ്സാടോ ആ എന്നെ എന്തിനാണ് ഇങ്ങനെ വട്ട് കളിപ്പിക്കണേ ഒന്നും ആടോ ഞാൻ കാല് പിടിക്കാം പ്ലീസ് കാല് പിടിക്കാനാ ഞാനാ അതിനെ ആഹാ നീ വേറെ ആളെ നോക്കണം നീ വെച്ചിട്ട് പോയേ മറ്റേ ഫ്രണ്ട് ഏത് ഫ്രണ്ട് മെർലിൻ അവളെ നമ്മുടെ ഒരു ഫ്രീഡം കൊടുത്തപ്പോ തന്നെ തലേ കയറി നിരങ്ങുന്നു കുനിഞ്ഞെടുത്തപ്പോ കുനിഞ്ഞെടുക്കാൻ പോയിട്ടല്ലേ അതുകൊണ്ടല്ലേ നിരങ്ങിയത് നീ ആ കാര്യം വിട് നീ ആ കാര്യം വിടുന്നതാണ് നിനക്ക് നല്ലത് വിട്ട കേസ് ചീള കേസ് പിന്നെ അത് അവളാണ് നമ്മളെ ചങ്ക് ഫ്രണ്ട് മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മുടെ അടുത്തടുത്ത് വരും നമ്മള് പിന്നെ മുട കാണിക്കാനും തുടങ്ങും എടാ മാനം കെട്ടവനെ വൈറ്റക്കാറാ വാക്കതൊക്കെ ബസ്സൊക്കെമായിരിക്കണം അല്ല നിന്റെ പ്രശ്നം എന്താണ് നീ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയ സകല അലമ്പ് ഞാൻ അറിഞ്ഞു എന്തായിരുന്നു നിലത്ത് കിടന്ന് ഉരുളുന്ന് മെഴുകുന്ന് മോങ്ങുന്ന് അല്ല നിന്റെ പ്രശ്നം എന്താണ് എന്താണ് നിന്റെ കുഴപ്പം എന്താ ഞാൻ അറിയത്തില്ലെന്ന് വെച്ചാ ചിരിക്കല കേട്ടോ അധികം ചിരിയൊന്നും വേണ്ട നിനക്ക് കേശുവിനെ അറിഞ്ഞൂടെ എടേ നമ്മളൊരു കാര്യം വേണ്ടെന്ന് വെച്ചാ തന്നെ തിരിഞ്ഞോലും നോക്കൂലോ എന്നെ എന്നിട്ട് എന്തിനു തിരിഞ്ഞു നോക്കുന്നത് എടി നമ്മളൊരു കാര്യം വിട്ടാണെന്ന് എന്നിട്ട് എന്ത് വിടാത്ത എന്താ അള്ളിപ്പിടിച്ചിരിക്കുന്നത് കേശു ഉള്ളത് പറയാലോ നീ പെട്ടുപോയി അതാണ് പറ്റിയത് അല്ലളിയാ നീ ഇങ്ങ് വന്നാ ഞാൻ ചോദിക്കട്ടെ എന്റെ സംശയമാണ് കേട്ടാ ഇതിന് മാത്രം എന്ത് ക്വാളിറ്റിയാണ് നീ മെർലിനിൽ കാണുന്നത് മാനത്ത് നോക്കിയാൽ ക്വാളിറ്റി കിട്ടില്ല ക്വാളിറ്റി ഒന്നും ഇല്ല ക്വാളിറ്റി അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല അല്ലടി അവളുടെ ഈ ചിരി ആ ഒരു സംസാര രീതിയില്ലേ എന്തോ അങ്ങനെ ഇഷ്ടമായി പോയി അപ്പൊ നീ അതോടെ ബാഗം തൂക്കിക്കൊണ്ട് ഇങ്ങനെ നടന്നു വന്ന് ഓട്ടോയിലും വിളിച്ചിട്ട് വന്നവരായിരുന്നു ഓവറാക്കല്ലേ വേണ്ട ഓട്ടോയിലും വിളിച്ചിട്ട് വന്നു ഞാൻ ഓട്ടോയിൽ തന്നെ വന്നത് പിന്നെ ജംഗ്ഷനിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു വ്യായാമമല്ലേ നടക്കാം എന്ന് അങ്ങനെ നടന്നു വന്നേടാ നിനക്കെന്ത് പറ്റി ഒരു കാര്യം ഉണങ്ങി കൊട്ടനടിച്ചു പോയല്ലോ അവിടെ ഹോസ്റ്റലിൽ ഫുഡ് ഒന്നും തരൂലേ വിളിക്കണ എനിക്കൊരു കുഴപ്പമില്ല കുഴപ്പമൊന്നും നിനക്കാണ് എന്റെ കോലം നോക്കിയാണ് എന്തോടെ നിനക്ക് പറ്റിയത് ഞാൻ 2 ദിവസം ഇവിടെ നിന്ന് മാറി നിന്നു അപ്പൊ ഇവിടെ നടക്കാത്ത പ്രശ്നമൊന്നും ഇല്ല എനിക്ക് എന്ത് കുഴപ്പം നടി പറയണേ നിന്റെ കുഴപ്പം ഞാൻ പറഞ്ഞു തരണ ഞാൻ പറഞ്ഞു തരട്ടാ നീ ഇവിടെ വേറൊന്നും ആലോചിക്കാണ്ട് വേറൊന്നും ശ്രദ്ധിക്കാണ്ട് നിരാശ കാമുവിനെ പോലെ ഡിപ്രഷൻ അടിച്ച് തെക്കോട്ടും വടക്കോട്ടും നടക്കുമെന്ന് പറഞ്ഞാ തെറ്റാണെന്ന് പറയൂ നീ ശരിയല്ല എന്നിട്ട് കാല് പിടിക്കാൻ നടക്കണം കാല് പിടിക്കാൻ പറഞ്ഞേ ഒറ്റ ഒരെണ്ണം തന്നാ മതി അപ്പൊ മാറിക്കൊള്ളു നിന്റെ അസുഖമൊക്കെ കേശുവെ ഞാൻ വീണ്ടും പറയുവാണ് നിന്റെ വില നീ ആയിട്ട് കളഞ്ഞു വിളിക്കരുത് കേട്ടല്ല എടീ ഇതേ സംഭവം എന്താന്ന് വെച്ചാല് ആദ്യം ഒരു തമാശക്ക് അങ്ങ് തുടങ്ങിയതാണ് പിന്നെ മനുഷ്യ മനസ്സിന്റെ കാര്യമല്ലേ മനുഷ്യ മനസ്സ് മാങ്ങാത്തൊലി ഒടുക്കത്തെ ഫിലോസഫി കൂടെ പറഞ്ഞാൽ മതി ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുവാണ് കേശു പോട്ടെ ഇവിടെ നീ ഇത്രയും ദൂരം ഇതൊക്കെ തോക്കിക്കൊണ്ട് വന്നല്ലേ ഇങ്ങോട്ട് ഞാൻ കൊണ്ടുപോവാ ഇവിടം വരെ കൊണ്ടുവരാമെങ്കിൽ വീട്ടിൽ കൊണ്ടുവയ്ക്കാനും എനിക്കറിയാം അണ്ണൻ ഒരുപാട് സഹായിക്കില്ലേ എന്ത് വരുന്നില്ലേ എന്നാ എന്തിനാണ് എവിടേക്കും പിണങ്ങിയ സഹോദരാ വരൂ ഞാനൊരു സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് നിനക്ക് വേണ്ടിട്ട് വാ അതൊന്നും കുഴപ്പമില്ല നീ വന്നല്ലേ എനിക്ക് അത് മതി നല്ലത് പക്ഷെ നാളെ ചിരിക്കാം കേട്ടോ പിന്നെ രംഗണ്ണൻ ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ന്യൂ ഇയർ പരിപാടി സമ്പാൻ ന്യൂ ഇയർ പരിപാടിയാ നമ്മളെല്ലാരും കൂടെ ഗൗരി അമ്മായിയുടെ ഫ്രണ്ടായ കൃപാന്തേട്ടന്റെ വീട്ടിൽ പോകുന്നു ന്യൂ ഇയർ പരിപാടി അവിടെ അടിച്ചു പൊളിക്കുന്നു നമ്മുടെ വീട്ടിലൊന്നും ഇല്ലേ അത് വിടെ നമ്മളെ പരിപാടി ഇന്ന് മൊത്തം അവിടെ ആണ് വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടിയോ മേടിക്കണം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ